ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 16 കുട്ടികളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 10 കുട്ടികളാണ് ഇതുവരെ മരണപ്പെട്ടത്. മഹാലക്ഷ്മി ഭായ് മെഡിക്കൽ കോളേജിലെ നിയോനാറ്റൽ ഐസിയുവിൽ ഇന്നലെ രാത്രി 10:30-ക്കാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് മൂലമെന്നതാണ് പ്രാഥമിക നിഗമനം. ഓക്സിജൻ റൂമിന് തീപിടിച്ചതാണ് തീ അതിവേഗം കത്തിപ്പടരാൻ ഇടയാക്കിയത്. പിറന്നു വീണ ഉടനെ തന്നെ വെന്തു മരിക്കേണ്ടി വന്ന 10 പിഞ്ചു കുരുന്നുകൾ. ജീവനായി മല്ലടിച്ച് ഐസിയുവിൽ കഴിയുന്ന 16 കുഞ്ഞുങ്ങൾ. ഉത്തർപ്രദേശിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ മരണപ്പെടുന്നത് ആദ്യമല്ല. ഇനിയും തിരുത്താത്ത ആ അനാസ്ഥയുടെ ചരിത്രത്തിലേക്ക്. പൊതുജനാരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന നാടാണ് 24.25 കോടി ജനങ്ങൾ വസിക്കുന്ന ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ശരാശരി നവജാത ശിശുമരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾക്ക് 25.79 ആണ്. ഉത്തർപ്രദേശിന്റേത് 38. മധ്യപ്രദേശ് മാത്രമാണ് യുപിക്ക് മുന്നിലുള്ളത്. കേരളത്തിൽ ഇത് 6 മാത്രമാണെന്ന് ഓർക്കണം. പൊതുജനാരോഗ്യ മേഖലയിലെ ദുർബലതയ്ക്കൊപ്പം അനാസ്ഥ കൂടി ചേരുമ്പോൾ യുപിയിലുണ്ടായ ദുരന്തങ്ങൾ നിരവധിയാണ്. 2017 BRD മെഡിക്കൽ കോളേജ് ഗോരഖ്പൂർ. ആ വർഷം സെപ്റ്റംബർ 2 വരെ 1317 നവജാത ശിശുക്കളാണ് ഈ ആശുപത്രിയിൽ മരിച്ചത്. 6 ദിവസത്തെ ഇടവേളയിൽ 63 കുഞ്ഞുങ്ങൾ മരിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഓക്സിജൻ കിട്ടാതെയായിരുന്നു ഭൂരിപക്ഷം കുഞ്ഞുങ്ങളുടെയും മരണം. പണം കൊടുക്കാത്തതിനാൽ ആശുപത്രിയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നിർത്തിയിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടക്കം ആവശ്യപ്പെട്ടിട്ടും ഒന്നും നടന്നില്ല. 2017 ഫറൂഖാബാദ് ജില്ലാ ആശുപത്രി. സമാനമായ ശിശുമരണങ്ങൾ അവിടെയും ഉണ്ടായി. ഒരു മാസം 49 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഓക്സിജൻ കിട്ടാത്തത് തന്നെയായിരുന്നു ഇവിടെയും പ്രധാന വില്ലൻ. 2017 റാം മനോഹർ ലോഹ്യ ജില്ലാ ആശുപത്രി. ഒരു മാസത്തിൽ 19 മരണം. അവിടെയും പ്രധാന മരണകാരണം ഓക്സിജൻ നൽകാൻ കഴിയാത്തതായിരുന്നു. ലോകത്തിനു മുന്നിൽ ഇന്ത്യ തലകുരിച്ചു നിന്ന നാണക്കേടായിരുന്നു ഗോരഖ്പൂരിലെ കുഞ്ഞുങ്ങളുടെ കൂട്ടമരണം. ഇപ്പോഴത്തെ പോലെ അന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ കുറ്റവാളികൾക്കെതിരെയല്ല, സ്വന്തം നിലയിൽ ഓക്സിജൻ സിലിണ്ടർ എത്തിക്കാൻ ശ്രമിച്ച ഡോക്ടർ കഫീൽ ഖാൻ അടക്കമുള്ളവർക്കെതിരെയാണ് നടപടിയുണ്ടായതെന്ന വിമർശനവും ശക്തമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.